പെണ്ണായി ജനിച്ചാൽ മതിയായിരുന്നു. അവരുടെ ലൈഫ് കുറച്ചുകൂടെ പീസ്ഫുൾ അല്ലേ? അവർ പറയാ ആണായാൽ മതിയായിരുന്നു, കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടുമല്ലോ. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ കുറേ പ്രതീക്ഷകളും വരുന്നുണ്ടല്ലോ. അതിന് ആൺ പെൺ ഭേദമൊന്നുമില്ല. പക്ഷെ എന്നാലും അവർക്ക് കയ്യിൽ നിന്ന് പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാലോ. നിന്നോട് കരയണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അമ്മ പോയപ്പോൾ അച്ഛൻ കരയുമെന്ന് വിചാരിച്ചു, പക്ഷെ അച്ഛൻ കരഞ്ഞൊന്നുമില്ല. അപ്പോൾ 4-5 വയസ്സുള്ള എനിക്ക് കരഞ്ഞൂടെ? എന്നോടും പറഞ്ഞു കരയണ്ടെന്ന്. ഞാൻ കരഞ്ഞു കണ്ടിട്ടുണ്ടോ? വിഷമമുള്ളവർ കരയില്ലേ? ഒരാൾ കരയുന്നില്ലെങ്കിൽ അയാൾ ഹാപ്പിയാണ്. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ പുറത്തു പോയി 3-4 വർഷം കഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. നാട്ടിൽ വരാൻ പറ്റാത്തൊരു വിഷമം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ആഗ്രഹിച്ച പോലെ ഒന്നും അല്ല ഇപ്പോൾ. വിഷമം തോന്നിയിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ നമ്മൾ കരയില്ലല്ലോ. ഒരു 5-8 വയസ്സാകുമ്പോൾ നമ്മളോട് സ്വപ്നങ്ങൾ കാണാൻ പറയും. അത് കഴിഞ്ഞൊരു 21-22 വയസ്സൊക്കെ ആകുമ്പോൾ പറയും മതി നിർത്തിക്കോ, ഇനി ജീവിതമാണ്. അതിനിടയിൽ ഒരു 1000 തവണയെങ്കിലും നമ്മൾ കേൾക്കും ആൺപിള്ളേർ കരയാൻ പാടില്ല. അതിപ്പോൾ കേട്ട് കേട്ട് എനിക്കൊരു തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇപ്പം ശരിക്കും എന്താ ആലോചിക്കുന്നത്? അതിപ്പോൾ അല്ല, ഞാൻ കുറേ ആയിട്ട് ആലോചിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം എനിക്ക് ആരുടെയും ജീവിതത്തിലൊരു മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആവും. ആരെ കാണിക്കാനായി പിടിച്ചു നിൽക്കുന്നു? അങ്ങനെ കരയുന്നത് ഒരു മോശമാണെന്ന് കേട്ട് ശീലമായി. അഭിനയിച്ച് മതിയായില്ല. മതി. സമാധാനിപ്പിക്കണോ അതോ സത്യം പറയണോ? സത്യം പറഞ്ഞാൽ മതി. ഇതിങ്ങനെയൊക്കെയാണ്. रो भी लेना सिर